അങ്ങനെ ലീനിയർ ഫങ്ഷണൽ എന്താണെന്ന് ഇപ്പോൾ നമുക്കറിയാം. എന്തായിരുന്നു ലീനിയർ ഫങ്ഷണൽ? ഒരു വെക്ടർ സ്പേസിൽ നിന്ന് അതിൻ്റെ അണ്ടർലൈങ് ഫീൽഡിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ എന്ത് പറയുക? ലീനിയർ ഫങ്ഷൻ എന്ന് പറയാം. ഇനി നമ്മൾ നേരത്തെ ഒരു വെക്ടർ സ്പേസ് വിന്ന് മറ്റൊരു വെക്ടർ സ്പേസ് ഡബ്ല്യൂയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കളക്ഷന് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്? ഇങ്ങനെയല്ലേ? എൽ വി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കളക്ഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലീനിയർ ഫംഗ്ഷനിലൊക്കെ മുമ്പേ ഇതിൻ്റെ സ്പെഷ്യൽ കേസ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ? അതായത് എൽ വി വി ഇതെന്താണ്? വിന്ന് വിയിലേക്ക് എന്നുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കളക്ഷൻ. വിന്ന് വിയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എന്താ വിളിച്ചിരുന്നത്? ഓപ്പറേറ്റർ ഓൺ വി. അപ്പം എൽ വി വി മീൻസ് സെറ്റ് ഓഫ് ഓൾ ഓപ്പറേറ്റേഴ്സ് ഓൺ വി. ഇതിനെ നമ്മൾ ഷോർട്ടായിട്ട് എങ്ങനെ ഡിനോട്ട് ചെയ്യുക? എൽ വി അല്ലേ? ഇങ്ങനെ എഴുതൂല, അനുമാനം ഇങ്ങനെയാണ് എഴുതുക. എൽ വിന്ന് കണ്ടാൽ അത് മനസ്സിലാക്കണം, ദിസ് ഈസ് സെറ്റ് ഓഫ് ഓൾ ഓപ്പറേറ്റേഴ്സ് ഓൺ വി ആണ്. അതായത് വിന്ന് വിയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കളക്ഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൈസ്. ഇനി നമ്മുടെ ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വരാം. അതായത് നമ്മളെ വി, ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ് ഓവർ എഫ്. ഞാൻ എഴുതാം അവിടെ, ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ് ഓവർ എഫ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് എൽ വി എഫ്? നിങ്ങളൊന്ന് മനസ്സ് പറഞ്ഞു നോക്കൂ, എന്തായിരിക്കും എൽ വി എഫ്? ഈ നോട്ടേഷൻ ഉപയോഗിച്ചിട്ട് എൽ വി ഡബ്ല്യു എന്താണ്? വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കളക്ഷൻ. അപ്പോൾ എൽ വി എഫ് എന്തായിരിക്കും? വിന്ന് എഫിലേക്കുള്ള, എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റെ അണ്ടർലൈങ് ഫീൽഡ്. സോ എൽ വി എഫ് മീൻസ് സെറ്റ് ഓഫ് ഓൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഫ്രം വി ടു എഫ്. ഇനി വിന്ന് എഫിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ എന്ത് വിളിച്ചത്? ലീനിയർ ഫങ്ഷണൽ എന്ന് വിളിച്ചത്. സോ ദിസ് ഈസ് ആക്ച്വലി സെറ്റ് ഓഫ് ഓൾ ലീനിയർ ഫങ്ഷണൽസ് ഓൺ വി. ഞാൻ എഴുതട്ടെ, സെറ്റ് ഓഫ് ഓൾ ലീനിയർ ഫങ്ഷണൽസ് ഓൺ വി, എൽ വി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ സെറ്റ് ഓഫ് ഓൾ ലീനിയർ ഫങ്ഷണൽസ് ഓൺ വിക്ക് ഈ സിമ്പൽ എല്ലാം ഉപയോഗിക്കുക. ഈ എൽ വി വിക്ക് പകരം നമ്മളിങ്ങനെ ഒരു ഷോർട്ട് സിമ്പൽ എൽ വി ഉപയോഗിച്ചില്ലേ, അതേമാതിരി ഈ എൽ വി എഫിന് പകരം നമ്മൾ ഉപയോഗിക്കുക വി പ്രൈം എന്നാണ്. ഇപ്പോൾ വി പ്രൈം എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? ദിസ് ഈസ് സെറ്റ് ഓഫ് ഓൾ ലീനിയർ ഫങ്ഷണൽസ് ഓൺ വി. അതായത് വിന്ന് വിൻ്റെ അണ്ടർലൈങ് ഫീൽഡിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കളക്ഷനാണ് ഈ വി പ്രൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം എൽ വി ഡബ്ല്യു ഇസ് എ വെക്ടർ സ്പേസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൽ വി എഫ്, ദാറ്റ് ഈസ് ദിസ് വി പ്രൈം ഈസ് എ വെക്ടർ സ്പേസ്. ഈ വെക്ടർ സ്പേസിന് വിളിക്കുന്ന ഒരു പേരുണ്ട്, ഇറ്റ് ഈസ് ഡ്യുവൽ സ്പേസ്. അപ്പോൾ ഒരു വെക്ടർ സ്പേസ് വിൻ്റെ ഡ്യുവൽ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വെക്ടർ സ്പേസിൽ നിന്ന് അതിൻ്റെ അണ്ടർലൈങ് ഫീൽഡിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കളക്ഷനാണ് നമ്മൾ അതിൻ്റെ ഡ്യുവൽ സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുക ഇങ്ങനെയാണ്. ഇതൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് പോസ് ചെയ്തിട്ട് ഇങ്ങനെ മനസ്സിലാക്കി പോയിക്കോളൂ, കാര്യമായിട്ട് മനസ്സിലാക്കാനൊന്നുമില്ല എന്നാലും. ഓക്കെ, ഇനി ഞാനിത് വായിച്ചിട്ട് ഒരു രസകരമായ റിസൾട്ട് എഴുതാം. അത് വായിച്ചിട്ട് അതിൻ്റെ രസം എന്താണെന്ന് നിങ്ങൾ പറയണം. ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ വിട്ടു കേട്ടോ. അതായത് ഈ ഡ്യുവൽ സ്പേസിന് ഈ വി പ്രൈമിന് പകരം ചില ടെക്സ്റ്റിലൊക്കെ വി സ്റ്റാർ എന്നും കാണാം കേട്ടോ. ഇങ്ങനെ ഞാൻ ലീനാജിപ്പായിട്ട് ഉണ്ടായിട്ടുള്ള ഈ സിമ്പിളാണ് ഉപയോഗിക്കുന്നത്, വി പ്രൈം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാനത് വായിച്ചിട്ടൊരു റിസൾട്ട് ഇവിടെ ചെയ്തിട്ട് അതിൻ്റെ രസം എന്താണെന്ന് നിങ്ങൾ പറയും. അപ്പോൾ ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കുക. എന്നിട്ട് ഇതിൻ്റെ പിന്നിലെ ആ രസകരമായ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പറയണ എത്രയേ ഉള്ളൂ, വി ഫൈനൈറ്റ് ഡയമെൻഷനിലാണെങ്കിൽ അതിൻ്റെ ഡ്യുവൽ സ്പേസ് വി പ്രൈമും ഫൈനൈറ്റ് ഡയമെൻഷനിലായിരിക്കും. മാത്രമല്ല വി പ്രൈമിൻ്റെ ഡയമെൻഷൻ വിൻ്റെ ഡയമെൻഷൻ തന്നെ ആയിരിക്കും. ഇത് പ്രൂവ് ചെയ്യാനും വളരെ എളുപ്പമാണ്, നമുക്ക് പ്രൂവ് ചെയ്യാം. അതിന് മുമ്പേ ഇതിൻ്റെ പിന്നിലുള്ള ആ രസകരമായ കാര്യം എന്താണെന്ന് മനസ്സിലായോ? ഇത് ശരിക്കും പറയണത് വി പ്രൈം ഈസ് ഐസോമോർഫിക് ടു വി എന്നല്ലേ? ഇവിടെ വിയും വി പ്രൈമും ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസസ് ഓവർ ദ സെയിം ഫീൽഡാണ് ആൻഡ് ദെയർ ഡയമെൻഷൻസ് ആർ ഈക്വൽ. അപ്പോൾ പിന്നെ അവ ഐസോമോർഫിക് അല്ലേ? ഇതിനാവശ്യമുള്ള റിസൾട്ടുകളൊക്കെ നേരത്തെ പ്രൂവ് ചെയ്താണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പം ഈ റിസൾട്ട് പറയണത്, ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസൾട്ട് നമ്മളോട് പറയണത് വി പ്രൈം ഈസ് ഐസോമോർഫിക് ടു വി. അതായത് പിന്നെ ഞാൻ നേരത്തെ ഉപയോഗിച്ച വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വി പ്രൈം വിയുടെ ജസ്റ്റ് ഒരു ഭാഷാന്തരം മാത്രമാണ്, അല്ലെങ്കിൽ താത്വികമായി വിയും വി പ്രൈമും ഒന്ന് തന്നെയാണ് അല്ലേ? വി പ്രൈം ഈസ് ജസ്റ്റ് എ കോപ്പി ഓഫ് വി ഇൻ ദി സെൻസ് ഓഫ് ഐസോമോർഫിസം. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഈ ഗാമോമാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ തരാം. അതൊക്കെ ആ ഫെസിലിറ്റിയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഡൗട്ട് ചോദിക്കുക. അപ്പോൾ ഞാനിതിൻ്റെ പ്രൂഫും കൂടി പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്.
ഒന്ന് പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഈ റിസൾട്ട് ഓർമ്മയല്ലേ, വിയും ഡബ്ല്യുവും ഫൈനൈറ്റ് ഡയമെൻഷനിലാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് എൽ വി ഡബ്ല്യു ഈക്വൽ ടു എന്തായിരുന്നു, ഡയമെൻഷൻ ഓഫ് വി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു. ഇത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. നൗ ഹിയർ ഡയമെൻഷൻ ഓഫ് വി പ്രൈം ഈക്വൽ ടു, വി പ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്, വി പ്രൈം എന്ന് പറഞ്ഞാൽ എൽ വി എഫ് അല്ലേ, എൽ വി എഫ് അല്ലേ, അതിനെ ഷോർട്ടാക്കി വിളിക്കുന്ന പേരാണ് വി പ്രൈം. ഓക്കെ, നൗ ഇനി ഇവിടെ ഈ റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് എഫ്. ഇനി എഫിൻ്റെ ഡയമെൻഷൻ എന്താണ്, 1 അല്ലേ, എഫ് ഓവർ എഫ്, അതിൻ്റെ ഡയമെൻഷൻ 1 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ 1, ഡയമെൻഷൻ ഓഫ് വി ഇൻറ്റു 1, ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് വി. അപ്പോൾ ഡയമെൻഷൻ ഓഫ് വി പ്രൈം ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ആയല്ലോ. അപ്പോൾ ഡൗട്ടുകളൊക്കെ ചോദിക്കുക, അടുത്ത വീഡിയോ കാണാം.